നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അസം സ്വദേശി ദിലീപ് ബിശ്വാസിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഴ ശക്തമായി, മരങ്ങൾ ചാലക്കുടിയിൽ വ്യാപകമായി കടപുഴകി വീണു. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 ഷട്ടറുകൾ തുറന്നു. തകർന്നു കിടക്കുന്ന അലവി സെന്റർ കല്ലിക്കൽ കനകമല ലിങ്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികാരികളുടെ കണ്ണു തുറക്കാൻ മുട്ടിലിഴയൽ സമരം നടത്തി BJP. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അസം സ്വദേശി ദിലീപ് ബിശ്വാസിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിങ്കളാഴ്ച പകൽ 4 മണിയോടെ കൊടകര പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. മെയ് 23-നായിരുന്നു ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. 5 ലക്ഷം രൂപയുടെ വസ്തുവകകളാണ് അന്ന് മോഷണം പോയത്. ദിലീപ് ബിശ്വാസിനെ കൂടാതെ 2 പേർ കൂടി മോഷണം നടത്തിയ സംഘത്തിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ദിലീപ് ബിശ്വാസ് 3 മാസത്തോളമായി വെൽഡിംഗ് ജോലിയുമായി കൊടകര ഉളുമ്പത്തുകുന്നിലായിരുന്നു താമസം. മോഷണം നടത്തിയ ശേഷം മൂവർ സംഘം അസമിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ദിലീപ് ബിശ്വാസ് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിൽ കൊടകരയിലും മോഷണം നടത്തിയ വിവരമറിയുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മറ്റു 2 പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മഴ ശക്തമായതോടെ ചാലക്കുടി മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു. വലിയ അപകടങ്ങൾ ഒഴിവായി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം പറമ്പിൽ നിന്നിരുന്ന വലിയ കാഞ്ഞിര മരം കടപുഴകി കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് വീഴുകയായിരുന്നു. സമീപത്തായി പുഴയിൽ കുളിക്കാൻ വന്ന ആളിന്റെ മോട്ടോർ ബൈക്കിലേക്ക് വീഴാതിരുന്നത് വലിയ ഭാഗ്യമായി. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് സ്ഥലത്തെത്തി ദേവസ്വം ചെയർമാനെ വിവരമറിയിച്ചു. വൈകിട്ട് 5 മണിയോടെ നഗരസഭ 26-ാം വാർഡ് പടിഞ്ഞാറെ ചാലക്കുടി തോട്ടവീഥി തനയനാട്ടിൽ ക്ഷേത്ര പരിസരങ്ങളിലും ശക്തമായ കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ഗതാഗതം തടസ്സമാവുകയും ചെയ്തു. ക്ഷേത്രത്തിനു സമീപത്തെ കടവിലേക്ക് പോകുന്ന വഴിയിൽ ഓമംഗലത്തിന്റെ വീട്ടിലെ വലിയ പന, തേക്ക് തുടങ്ങിയ മരങ്ങൾ മറിഞ്ഞു വീണതിനെ തുടർന്ന് പുഴയിലേക്ക് പോകുന്ന വഴിയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പി പൊട്ടി. തോട്ടവീഥി ലാലി പേങ്ങിപ്പറമ്പിലിന്റെ വീട്ടിലെ പ്ലാവ് മറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീണ് വൈദ്യുതി കമ്പി പൊട്ടി. ഈ മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സമായി. പ്ലാവ് സമീപവാസികളുടെ സഹായത്തോടെ വെട്ടിമാറ്റാനുള്ള ശ്രമത്തിലാണ്. സംഭവമറിഞ്ഞ് വാർഡ് കൌൺസിലർ ജിതി രാജൻ സ്ഥലത്തെത്തി വൈദ്യുതി ബോർഡ് ജീവനക്കാരെ വിവരമറിയിക്കുകയും മരങ്ങൾ വെട്ടിമാറ്റാൻ പണിക്കാരെ ഏർപ്പാട് ചെയ്ത് നടപടി സ്വീകരിച്ചു. ചെറോടത്ത് സജീവന്റെ വീട്ടിലെ തേക്കുമരത്തിന്റെ ചില്ല ഒടിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സമായി. ഈ മേഖലയിൽ പലയിടത്തും വലിയ വൈദ്യുതി കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന പല മരങ്ങളും കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യത ഏറെയാണ്. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 ഷട്ടറുകൾ തുറന്നു. 2 ഷട്ടറുകൾ 2 അടി വീതം തുറന്നതായി ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചു. ഡാമിലെ നിലവിലെ ജലനിരപ്പ് 423.50 മീറ്ററാണ്. 424 മീറ്ററാണ് പരമാവധി സംഭരണശേഷി. അധിക ജലം ഒഴുകി വരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണമുണ്ട്. ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തും. പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും സുരക്ഷയും ഏർപ്പെടുത്താൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. തകർന്നു കിടക്കുന്ന അലവി സെന്റർ കല്ലിക്കൽ കനകമല ലിങ്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികാരികളുടെ കണ്ണു തുറക്കാൻ മുട്ടിലിഴയൽ സമരം നടത്തി BJP. കഴിഞ്ഞ 20 വർഷത്തിലധികമായി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. 10ഓളം സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളും പോകുന്ന പ്രധാന റോഡാണിത്. ചാലക്കുടി നഗരസഭ, കോടശ്ശേരി, കൊടകര പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് അലവി സെന്റർ കാലിക്കൽ കനകമല ലിങ്ക് റോഡ്.
റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കോടശ്ശേരി പഞ്ചായത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടിലിഴയൽ പ്രതിഷേധ സമരം നടത്തി. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം കെ.എ. സുരേഷ് അലവി സെന്റർ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ.യു. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി.വി. പ്രജീത്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരീഷ് കോടശ്ശേരി, മുനിസിപ്പാലിറ്റി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എ. ഷാജു, കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി മോഹനൻ, വൃന്ദ മധു കുണ്ടോളി, ബൂത്ത് പ്രസിഡന്റുമാരായ നാരായണൻ, ഗോപി, കെ.യു. ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളടക്കം വരുന്ന പ്രവർത്തകർ മുട്ടിലിഴയൽ സമരം നടത്തി. മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി.ജെ.പി. പറഞ്ഞു. ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മുട്ടുകാലിൽ എഴുന്നുകൊണ്ടുള്ള ഈ സമരം കണ്ടില്ലെന്ന് നടിച്ച് മുൻപോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഈ സമരത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുമുണ്ട്. ബി.ജെ.പി. എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാത്തവർ ഇതിൽ പങ്കെടുക്കുന്ന. ഒപ്പം അജൈവ മാലിന്യം തരം തിരിക്കുന്നതിനിടെ ലഭിച്ച 2190 രൂപ ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു നൽകി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ശനിയാഴ്ച കോടാലി MCFൽ പാഴ്വസ്തുക്കൾ തരം തിരിക്കുമ്പോൾ 8ാം വാർഡ് ഹരിതസേനാംഗം ആമിനയ്ക്ക് പണം ലഭിച്ചു. അപ്പോൾ തന്നെ പണം കോർഡിനേറ്ററെ ഏൽപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയുടെയും സെക്രട്ടറി M. ശാലിനിയുടെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ പണം ഉടമയ്ക്ക് തിരികെ നൽകി. AIYF പുതുക്കാട് മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം കെ ജോബി ഉദ്ഘാടനം ചെയ്തു. മിഥുൻ KS അധ്യക്ഷത വഹിച്ചു. BN അനീഷ് സ്വാഗതം ആശംസിച്ചു. AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിവേക്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, അനൂപ് KR എന്നിവർ സംസാരിച്ചു. അശ്വതി പ്രവീൺ നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ദൂരയാത്ര ചെയ്യുന്നവർക്കും കയറാൻ കഴിയാത്ത വിധത്തിൽ ആമ്പല്ലൂരിൽ ബാരിക്കേഡുകൾ വച്ച് ഹൈവേ അടച്ചതുമൂലം സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ആമ്പല്ലൂരിൽ നിർത്താറില്ല. ബസ്സുകൾ സബ്വേയിലേക്ക് ഇറക്കി സ്റ്റോപ്പിൽ നിന്നും ആളുകളെ കയറ്റണമെന്ന് AIYF മണ്ഡലം ശില്പശാല ആവശ്യപ്പെട്ടു. വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്ന ചിന്ത നമ്മളിൽ ഉണരുകയാണ്. അതേതെങ്കിലും ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോകേണ്ടത് മാത്രമല്ല, കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ആകമാനമുള്ള നേതൃത്വം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഢാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ഢാണ ചന്തക്കുന്ന് വികസന പ്രവൃത്തികൾ ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. BSNL പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. 1936 രൂപീകൃതമായ ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിലെ അഭിമാനകരമായ മുഹൂർത്തമാണിതെന്നും ഇരിങ്ങാലക്കുടക്കാരിയായ തന്റെ ഓർമ്മ വച്ച നാൾ മുതൽ കാണുന്ന ഢാണ ചന്തക്കുന്ന് റോഡ് വർഷങ്ങൾക്കിപ്പുറം വികസനത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 45 കോടി രൂപ വകയിരുത്തിയുള്ള പദ്ധതിയുടെ അതിസങ്കീർണമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തു നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി 40.76 കോടി രൂപയാണ് 133 പേർക്കായി വിതരണം ചെയ്തത്. ഢാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖച്ഛായ മാറ്റൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത്. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട, മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട 0.5512 ഹെക്ടർ ഭൂമിയാണ് ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത്. ഇരിങ്ങാലക്കുട ടൌണിന്റെയും അനുബന്ധ പ്രദേശങ്ങളിലെയും വ്യാപാര, വാണിജ്യ, സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് അതിദ്രുതം ഇതുവരേക്കുമുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. നിലവിൽ 11 മീറ്റർ വീതി മാത്രമുള്ള ഢാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത്. 17 മീറ്റർ വീതിയിൽ 13.8 മീറ്റർ റോഡും ബാക്കി 3.2 മീറ്റർ വീതിയിൽ നടപ്പാതകളോട് കൂടിയ കാനകളും ഉണ്ടായിരിക്കും. ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടി ദിശാ ബോർഡുകൾ,
സ്ഥാപിക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ, ടൌൺ ജുമാ മസ്ജിദ് ഇമാം കെബീർ മൌലവി, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ലത, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് ചിറക് നൽകാനായി എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. 1936 രൂപീകൃതമായ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. കൊടകര കലാനഗറിൽ മുരിയാട് തെക്കേടത്ത് കളരിക്കൽ പരേതനായ ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകൻ പൊന്നുണ്ണി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാതാവ് പരേതയായ തങ്കമ്മ, ഭാര്യ ഇന്ദിര, മക്കൾ ശ്രീകല, ജയശ്രീ, സഹോദരങ്ങൾ സുനന്ദ, ഗീതാബായ്, നന്ദകുമാർ, ചിത്തരഞ്ജൻ. ആളൂർ പൊരുന്നകുന്ന് ആലപ്പാടൻ സുബ്രൻ ഭാര്യ ലത നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുബിത, വിഷ്ണു എന്നിവർ മക്കളും രാജേഷ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അസം സ്വദേശി ദിലീപ് വിശ്വാസിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഴ ശക്തമായി. മരങ്ങൾ ചാലക്കുടിയിൽ വ്യാപകമായി കടപുഴകി വീണു. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 ഷട്ടറുകൾ തുറന്നു. തകർന്നു കിടക്കുന്ന അലവി സെന്റർ കല്ലിക്കൽ കനകമല ലിങ്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികാരികളുടെ കണ്ണു തുറക്കാൻ മുട്ടിലിഴയൽ സമരം നടത്തി BJP. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.